പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവന്ദനവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ കഷ്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാൻ കഴിയുകയുള്ളൂ. ദൈവജനത്തിൽ ഇങ്ങനെ പറയുന്നു, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷകൾ, ദൈവത്തിൻ്റെ ശാസനകൾ ഒരിക്കലും നമ്മുടെ തോൽവിക്ക് വേണ്ടി അല്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അഗ്നി പരിശോധനകൾ, അതായത് തീച്ചൂളയുടെ അവസ്ഥകൾ, കഷ്ടതകൾ, അതൊരിക്കലും നമ്മെ പരാജയപ്പെടുത്തുവാനോ നമ്മെ നശിപ്പിക്കുവാനോ മറിച്ച് ദൈവത്തിന് നമ്മോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മെ മനസ്സിലാക്കിപ്പിക്കുവാനും നമുക്ക് ആ സ്നേഹത്തെ ഒന്നുകൂടെ നമ്മിലേക്ക് പകർന്നു തന്ന്, നീ കഷ്ടതയുടെ നടുവിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നടത്തുന്ന ദൈവമാണ്, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന് ഒരിക്കൽ കൂടെ നമ്മോട് മനസ്സിലാക്കി തന്ന് നമ്മിൽ അതിനെ അറിയിച്ച് വീണ്ടും നമ്മെ വിശ്വാസത്തിൻ്റെ അളവിലേക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടതിന് പല ശോധനകളിലൂടെ ദൈവം നമ്മെ നടത്താറുണ്ട്. ആ ശോധനകൾ പലപ്പോഴും ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവ സാക്ഷ്യമായിട്ട് മാറിയിട്ടുമുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ പറയുന്ന അനേകർ നമ്മുടെ ഇടയിൽ ഇന്നുണ്ട്. അനേകം ദൈവമക്കളുടെ അനുഭവങ്ങൾ പഠിക്കുമ്പോൾ പല മഹാകഷ്ടങ്ങളിൽ നിന്നും അവർ ജയിച്ചു വന്ന വഴികൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നലകളിൽ കഴിഞ്ഞു പോയ നിങ്ങളുടെ ജീവിതയാത്രകളിൽ നിങ്ങൾ അനുഭവിച്ച പല സങ്കടങ്ങളും പല വേദനകളും ഒന്ന് ഓർത്തു നോക്കിയേ. അത് നമ്മുടെ നഷ്ടത്തിനായിരുന്നോ? അത് നമ്മുടെ തോൽവിക്കായിരുന്നോ? അത് നമ്മെ തകർക്കാനായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ സാക്ഷാൽ സ്നേഹം നമ്മുടെ കൂടെയുണ്ട് എന്ന് തെളിയിക്കേണ്ടതിന് പല കഷ്ടതകളിലൂടെ ദൈവം നമ്മെ നടത്തുമാറാക്കി. അതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലും ഉണ്ടായത്. ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും ദൈവം ഇസ്രായേലിനെ വിടുവിച്ച് ദൈവത്തിൻ്റെ ദാസനായ മോശയിലൂടെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം മിസ്രയീം വിട്ടിറങ്ങിയപ്പോൾ അവർക്ക് മുൻപിൽ ഒരു ചെങ്കടൽ ഉണ്ടാകുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. അവർ ആ ചെങ്കടലിനെ കുറിച്ച് വിചാരിച്ചിട്ട് പോലുമില്ല. എന്നാൽ ദൈവജനത്തിൻ്റെ ജീവിതയാത്രയിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവർക്കുണ്ടായ ചെങ്കടൽ കണ്ട് അവർ പേടിക്കുന്നു, അവർ നിലവിളിക്കുന്നു, അവർ വന്ന വഴികളെ തിരിഞ്ഞു നോക്കുന്നു, ഇടത്തും വലത്തേക്കും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ അവിടെയൊന്നും അവർക്കൊരു വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഒരല്പസമയം മുന്നോട്ടവർ നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമേറിയ വീര്യപ്രവൃത്തിയെ അവർക്ക് കാണുവാൻ കഴിയുന്നു. ആ വീര്യപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ അവർ അന്നേ വരെ കാണാത്തൊരു വീര്യപ്രവൃത്തിയായിരുന്നു. എന്നാൽ ആ വീര്യപ്രവൃത്തി നടക്കുന്നതിന് മുന്നമേ അവർക്കുണ്ടായൊരു പരക്കം പാച്ചിൽ, ടെൻഷൻ, ആവലാതി, അവരുടെ വെപ്രാളം, അവർക്കുണ്ടായ സമ്മർദ്ദങ്ങൾ, അവരുടെ മനസ്സിലൂടെ ഓടി വന്ന ചോദ്യചിഹ്നങ്ങൾ, അവർ പിറുപിറുത്ത അനുഭവങ്ങൾ, ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ പുറപ്പാടെഴുതിയ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ സമ്മർദ്ദങ്ങളിലൂടെ പോയി. അവർ വിചാരിച്ചു, സർവശക്തനായ ദൈവം ഞങ്ങളെ മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നത് ഈ കഷ്ടതയ്ക്ക് വേണ്ടിയാണോ? അവർ ചോദിച്ചു, അവർ നിലവിളിച്ചു, അവർ പതറി. എന്നാൽ അവിടെയും ദൈവം അവരോട് സംസാരിച്ചു. മോശയിലൂടെ ദൈവം അവരോട് സംസാരിക്കുന്നു. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് ഇന്ന് ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മളും പലപ്പോഴും ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതയാത്രയിൽ കടന്നു വരുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ണുനീരുകളും കഷ്ടതയൊക്കെ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ, എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ഈ ജീവിതയാത്രയിൽ എന്തുകൊണ്ട് എനിക്കിതൊക്കെയും സംഭവിക്കുന്നു? ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ മതിയായിരുന്നു, ഞാൻ മുന്നമേ നിന്ന വഴിയിൽ നിന്നെങ്കിൽ മതിയായിരുന്നു. ഇതെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മിൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നാൽ ഒരല്പസമയം ഒന്ന് കാത്തിരിക്കുവാൻ, വെയിറ്റ് ചെയ്യുവാൻ,
ദൈവത്തിൽ വിശ്വസിച്ച് ഒന്ന് സമാധാനമായിരിക്കാൻ, ഉറച്ചു നിൽക്കുവാൻ, ധൈര്യപ്പെടുവാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ അല്പനിമിഷം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമേറിയ വീര്യപ്രവൃത്തി ഇസ്രായേൽ മക്കളുടെ ജീവിതയാത്രയിൽ കണ്ടതുപോലെ നമുക്കും കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ചെങ്കടൽ കണ്ടവർ ഭയപ്പെട്ടു. ദൈവമക്കളെ, മുൻപിൽ വന്ന പ്രതികൂലം മാത്രമല്ല അവർക്കുള്ളത്, അവിടെ പുറകിലും പ്രതികൂലമാണ്. അവർ എവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നോ ആ പാരമ്പര്യം അവരെ പിന്തുടരുവാൻ തുടങ്ങി. അവർ എവിടെ വേണ്ട എന്ന് വിട്ടെറിഞ്ഞിട്ട് വന്നോ അത് അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ജീവിതയാത്രയിൽ ഓരോ സെക്കൻഡുകളും അവർക്ക് ഭയാനകമേറിയ അന്തരീക്ഷമായിരുന്നു. എന്നാൽ അവരെ ദൈവം കൈവിട്ടില്ല. ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ ജനത്തെ പാരമ്പര്യത്തിൻ്റെ ശക്തിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു എങ്കിൽ വഴി നടത്താൻ ദൈവം സർവശക്തനാണ് എന്ന് അവരുടെ മുൻപിൽ തെളിയിക്കുകയാണ്. അതൊരു സാധാരണ വിഷയത്തിലൂടെയല്ല. പ്രകൃതിയിൽ ആർത്തുലഞ്ഞ് തിരമാലയുടെ ശബ്ദം മുഴക്കി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആഴമുള്ള ചെങ്കടലിനെ രണ്ടായി പിരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ ദൈവം അവർക്ക് പാതയൊരുക്കി. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, പ്രിയ സ്നേഹിത, സഹോദരി, മാതാവേ, പിതാവേ, ഒന്ന് പറയട്ടെ, നിനക്ക് മുൻപിൽ ഒരിക്കലും കടന്നു ചെല്ലുവാൻ കഴിയുകയില്ല എന്ന് ഇന്ന് നീ ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചെങ്കടൽ പോലുള്ള വിഷയങ്ങൾ, ഞാൻ എങ്ങനെ രക്ഷപ്പെടും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എനിക്കെങ്ങനെ അതിജീവിക്കുവാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ ഇനി തോൽവി മാത്രമായിരിക്കും മുന്നിൽ ഞാൻ കാണാൻ പോകുന്നതെന്ന് ഓരോ നിമിഷവും നീ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് വന്ന വഴികളെ ഓർത്ത് പലപ്പോഴും പതറിയായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ അഭയവും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അത്യുന്നതൻ്റെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നവരായി ജീവിച്ചേ മതിയാകും. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ, ദൈവം നിങ്ങൾക്ക് ഇന്നൊരു രക്ഷ നൽകും, ആ രക്ഷയെ നിങ്ങൾ കാണും. അങ്ങനെയാണെങ്കിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം ഒരു രക്ഷ നൽകും. ആ രക്ഷ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. അതല്ലേ ഇയ്യോബ് പറഞ്ഞത്, അന്യൻ്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. നമ്മുടെ സ്വന്തം കണ്ണാൽ ദൈവത്തിൻ്റെ വിടുതലുകളെ കാണേണ്ടതിന്, ജീവിതയാത്രയിൽ നമ്മൾ അനുഭവിച്ചറിയേണ്ടതിന് ദൈവം ചില വഴികൾ, ദൈവം ചില വാതിലുകൾ നമുക്ക് മുൻപിൽ ഒരുക്കുകയാണ്. അത് നമുക്ക് മുൻപിൽ വെളിപ്പെടുകയാണ്. അതൊരു പക്ഷേ ചെങ്കടൽ പോലുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കാം, ഒരുപക്ഷെ ഇടുങ്ങിയ ചില മേഖലകളുടെ അകത്തായിരിക്കാം. നിനക്കൊരിക്കലും കടന്നു ചെല്ലുവാൻ വാതിലുകൾ ഇല്ലാതെ അടഞ്ഞ വാതിലോർത്ത് നീ കരയുന്ന നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കാം. ഏതായിക്കോട്ടെ നിങ്ങളുടെ വിഷയം, എന്ത് സബ്ജക്റ്റ് ആയാലും ദൈവകരത്തിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് ഭയപ്പെടാതെ, അവിശ്വസിക്കാതെ, പുറകിൽ നോക്കാതെ, വിശ്വസിച്ച് പിറുപിറുക്കാതെ നിങ്ങൾ ഉറച്ചു നിൽക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രതികൂലത്തിനകത്ത്, കഷ്ടതയുടെ അകത്ത്, കണ്ണുനീരിൻ്റെ നടുവിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും കാണുവാനും അനുഭവിച്ചറിയുവാനും ആ വാഗ്ദത്തം അനേകർക്ക് പങ്കുവയ്ക്കുവാനും ദൈവം നമ്മൾ കൃപ ചെയ്യും. ആ ദൈവസ്നേഹത്തിൻ്റെ മറവിലായിരുന്നു കൊണ്ട് കഷ്ടതകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പ്രതികൂലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വന്നാലും ദൈവത്തെ വിട്ടുമാറാതെ, കഷ്ടത എൻ്റെ ജീവിതത്തിൻ്റെ ഗുണത്തിനായിരുന്നു, അതെനിക്കൊരു ഗുണപാഠമായിരുന്നു, അതെൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവ സാക്ഷിക്ക് വേണ്ടിയായിരുന്നു, മറ്റ് അനേകരോട് പങ്കുവച്ച് അനേകർക്ക് ഈ ദൈവസ്നേഹം പകർന്നു കൊടുക്കേണ്ട ഒരു വഴികാട്ടി മാത്രമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ് എങ്കിൽ സാക്ഷാൽ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കൂടെ ഇരിക്കുകയും ഈ വിശ്വാസയാത്രയിൽ ഈ പ്രതികൂലങ്ങളെല്ലാം കണ്ട് പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാനും ദൈവത്തിൻ്റെ കൃപയും ദയയും കരുണയും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവസ്നേഹത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിക്കാം. സങ്കീർത്തനം 46 അതിൻ്റെ 1 ഇപ്രകാരം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ ശോധനാഘട്ടങ്ങളിൽ, കഷ്ടതയുടെ രാത്രികളിൽ,
തോൽവിയുടെ രാത്രികളിൽ, പരാജയപ്പെട്ട മേഖലകളിൽ നമുക്ക് സംഗീതമായി, അഭയമായിട്ട്, നമുക്കൊരു ഷെൽട്ടറായിട്ട്, നമുക്ക് നല്ല സഖിയായി, നല്ല സ്നേഹിതനായി ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ആ ദൈവത്തോട് നമുക്ക് ഉടമ്പടി വെച്ച് ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്രയെ നമുക്ക് മുന്നോട്ട് നയിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.